അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ധാരാളം തെറ്റിദ്ധാരണകൾ, വ്യാജ ആരോപണങ്ങൾ സമൂഹത്തിലൊക്കെ പ്രചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പലതും ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ ഒക്കെ ശത്രുക്കൾ, വിരോധികൾ, ആദർശപരമായി, ആശയപരമായി, വംശീയമായി വിരോധമുള്ള, പകയുള്ള ആളുകളൊക്കെ അങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അതുമാത്രമല്ല, വിശ്വാസികൾക്കിടയിലും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും അറിവില്ലായ്മയുടെ പേരിൽ, തെറ്റിദ്ധാരണ കൊണ്ട്, കേട്ട് കേൾവിയിലൂടെ മാത്രം ലഭിച്ച കാര്യങ്ങൾ വളരെ ആധികാരികമാണെന്ന് കരുതിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ് രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചാരണം. അതിന് അറബിയിൽ ഒരു വാചകം പറയാറുണ്ട്, ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ. ചിലപ്പോഴൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ സാഹിത്യ സമാജങ്ങളിലും മറ്റു പരിപാടികളിലുമൊക്കെ പ്രസംഗിപ്പിക്കുമ്പോൾ അവരും കുട്ടികളും ഇതുപോലെ ഈ ഒരു വാചകം എടുത്ത് ചൊല്ലാറുണ്ട്. ഓഗസ്റ്റ് 15 ആകുമ്പോൾ, ജനുവരി 26 ആകുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ രാജ്യസ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു ഹദീസ് എന്ന മട്ടിൽ ഈ ഒരു വാചകം ഹുബ്ബുൽ വത്വനിൽ മിനൽ ഈമാൻ എന്നുള്ള വാചകം ഉദ്ധരിച്ചുകൊണ്ട് രാജ്യസ്നേഹം ഈമാൻ്റെ ഭാഗമാണ് എന്നൊക്കെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അത് നമ്മുടെ രാജ്യക്കാരെക്കുറിച്ച് മാത്രമല്ല, ഏത് രാജ്യക്കാരെക്കുറിച്ചും ഇങ്ങനെ ബാധകമാണ് എന്നുള്ള നിലയിലാണ് ഇത് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യസ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, നമ്മുടെ നിലവിൽ ആധുനിക ലോകത്ത് ഉള്ള രാജ്യം എന്ന സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ അന്ന് ഇല്ല എന്നുള്ളതാണ്. നമ്മുടേതുപോലുള്ള നിശ്ചിതമായ കൃത്യമായ ഒരു അതിർത്തി ഉള്ള, അതിനകത്തേക്ക് പ്രത്യേകിച്ചൊരു ഭരണഘടനയും ഒരു പാർലമെൻറ്റും സംവിധാനങ്ങളൊക്കെയുള്ള രാജ്യസങ്കല്പം പോലും ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തെ, ആ രാജ്യത്തുള്ള ജനങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് പുറത്തുള്ളവർ അന്യരാണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സങ്കുചിതമായ ദേശീയവാദം ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന, മുഴുവൻ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹോദര്യം, മാനവികതയുടെ സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇങ്ങനെ രാജ്യസ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനമില്ലാത്ത, യാതൊരു റെഫറൻസുമില്ലാത്ത വ്യാജമായ പ്രചരണങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയ കുറ്റകൃത്യമാണ് അയാൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടിനോടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതൊരു, അങ്ങനെ ഒരു സ്വാഭാവികതയും ഉണ്ട് തീർച്ചയായും. നമ്മളിപ്പോൾ ജനിച്ച് വളർന്ന നാടിനോട്, നമ്മൾ പഠിച്ച് വളർന്ന സ്കൂൾ, കലാലയം, ചുറ്റുപാടുകൾ, ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ടാവും. പ്രത്യേകിച്ച് അത് പ്രവാസികൾ പറയാറുണ്ട്. പ്രവാസികൾക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ നാട് എന്നുള്ളതൊരു ഗൃഹാതുരത്വം ഉള്ള ഓർമ്മ തന്നെയാണ്. അങ്ങനെ ഒരു സ്വാഭാവികതയിൽ കവിഞ്ഞ് രാജ്യത്തോട് പ്രത്യേകം സ്നേഹമുണ്ടാകും. പ്രത്യേകിച്ചും പലപ്പോഴും പുതിയ കാലത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും കലഹങ്ങളും പതിവായിരിക്കുന്ന സന്ദർഭത്തിൽ, ആ യുദ്ധവും കലഹവും ഒക്കെ ജനങ്ങൾ തമ്മിലല്ല, യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ അവരുടെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിലുള്ള യുദ്ധങ്ങളും മറ്റു കലഹങ്ങളും ഒക്കെ നടക്കുമ്പോൾ മനുഷ്യർ എവിടെ നിൽക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യർ തീർച്ചയായിട്ടും നിൽക്കേണ്ടത് നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്താണ്. ഒരിക്കലും എൻ്റെ രാജ്യം, എൻ്റെ ഭരണകൂടം, അവർ എടുക്കുന്ന നിലപാടിനോടൊപ്പം, അവരുടെ നിലപാടെന്താണോ അതിനോടൊപ്പം എന്നുള്ള നീതിരഹിതമായ ഒരു നിലപാട് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നും മനുഷ്യത്വത്തോടൊപ്പം, നീതിയോടൊപ്പം, ന്യായത്തോടൊപ്പം നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ, നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനെക്കുറിച്ചും ശരിയായ കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ, അതിൻ്റെ വക്താക്കളാകുവാൻ, അതിൻ്റെ പ്രചാരകരാകുവാൻ നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.